അമ്മച്ചിയെ കാത്തിരിക്കുന്ന മോൻ ഡ്രൈവിങ് കഴിഞ്ഞ് ഇപ്പം വരുവടാ. ഒന്നടങ്ങടാ അമ്പു. എടാ വരുവടാ, ഒന്നടങ്ങടാ. സമാധാനായ എന്നെ തന്നെ കൊതു പിടിക്കുന്നു. അപ്പം പിന്നെ അവൻ്റെ കാര്യം പറയണ്ട. അവൾ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയി ഗൈസ്. ഇവൻ ഉറക്കമായിരുന്നു, പക്ഷേ സ്വപ്നം കണ്ടുപോകണമെന്ന്. കണ്ണ് തുറന്നില്ല, അതിനു മുമ്പ് കരച്ചില്ലായിരുന്നു. കണ്ണ് അടച്ചോണ്ട് കരച്ചിലായിരുന്നു. ഇല്ലടാ ചട്ടപ്പി ഇരിക്കുന്നുണ്ടല്ലേ. ഞാൻ അവൾ വരണം. ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്ന കുറച്ച് നേരം വൺ ടാസ്ക്കാണ് അമ്പുവിനെ മാനേജ് ചെയ്യുന്നത്. എങ്ങനെയായാലും ഒരു 1.5 മണിക്കൂർ എടുക്കും. ഈ റോഡ് മൊത്തം ഇങ്ങനെ കൊണ്ട് നടക്കണം ഗൈസ്. അതാണ് നമ്മുടെ ടാസ്ക്. ചെറുക്കനെ ഇച്ചിരി ഭാരമൊക്കെ വെച്ച് മൃദുലേട്ട വഴക്ക് പറയാം അങ്ങനെ പറയുന്നത്. എന്നാലും 10-11 കിലോ ഉണ്ടല്ലോ. നമ്മൾ ഒരു കൈ ഇരിക്കുമ്പോൾ കുറേ നേരം ഇരിക്കുമ്പം കൈ കഴിക്കും. പിന്നെ പിള്ളേരെ എടുക്കുമ്പോൾ കൈ കഴിക്കും എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ എന്നാലും പറഞ്ഞില്ലേ പറ്റൂ. ഇന്നത്തെ ഡ്രൈവിംഗ് ക്ലാസ്സും കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. എവിടെ വരത്തില്ലേ, മടിച്ചല്ലേ? ചെറിയ മടിയുണ്ട് കണ്ടോ. നല്ല രക്ഷയുണ്ട്. പഠിക്കോ. എനിക്ക് ട്രിപ്പൊക്കെ കൊണ്ടുപോകുമ്പോ ഇനി എവിടെ ഒന്ന് ഇരുത്തി ഓടിക്കണം. എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം. അതിനുവേണ്ടി മെയിൻ എനിക്ക് ഇന്ന് സെറ്റ് ആവും. എനിക്ക് ഗിയർ പറഞ്ഞു തന്നു. പിന്നെ ഞാൻ ക്ലച്ചൊക്കെ ഓടിച്ച് പിന്നെ ഒറ്റ കയ്യിലൊക്കെ സ്റ്റിയറിംഗ് ഇറക്കാൻ ഓടിച്ച്. അയ്യോ ഒറ്റ കയ്യില് ഞാൻ ചെയ്യുന്ന പറഞ്ഞേ കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സും കഴിഞ്ഞ് അടുത്ത ആഴ്ച പറഞ്ഞേണ്ട അടുത്ത ആഴ്ച എന്നൊക്കെ നമുക്ക് തന്നെ. ഹേ ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. രാവിലെ ഞാൻ 10 മണിക്ക് എണീറ്റ് എന്നിട്ട് 1 മണിക്ക് ഇറങ്ങുന്നത്. അത്രയും നേരം മൃദുലയും അമ്മയെ ലേറ്റ് ആക്കി ഇവിടെ. രാവിലെ 8 മണി തൊട്ട് ഒരുക്കിയിരിക്കും. ഞാനാ ലേറ്റ് ആക്കിയേ. ഇല്ല നിങ്ങൾ ഞാൻ രാവിലെ എണീറ്റ് ഇവിടെ ഇരുന്ന രണ്ടുപേരും തേരാ പാന അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ചെയ്യോ എനിക്കറിയാൻ വയ്യ. അല്ലെ എത്ര നാളോട്ട് ഇങ്ങനെ കാണാൻ പ്രശ്നം തുടങ്ങി? ഒരു 3 വർഷമായി ഒട്ടും കാണാതായിട്ട്. ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്യുമ്പോ അമ്മയ്ക്ക് ഇത് കാണാറുണ്ട്. ഈ കണ്ണ് ഓരോ കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന ഈ കണ്ണ് ഒറ്റ തവണ ചെയ്യാൻ പറ്റൂല്ലേ? അങ്ങനെയല്ലേ? ഒരു തവണ ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് പോയിട്ട് ഇന്നലെ നമ്മൾ ടെസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, മറ്റേ ബ്ലഡിന്റെ ഒക്കെ അല്ലേ? അതായത് ഇന്ന് ഫിസിഷ്യനെ കാണിക്കുമ്പോ അറിയാം. അതെ ബാക്കി കാര്യങ്ങൾ. നമുക്ക് ഈ സ്ട്രോക്ക് വന്നോണ്ടുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. അവരുടെ ഒരു ചട്ടം പിരിപ്പിട്ട് മൈക്ക് കുത്തി തന്നാലേ സംസാരിക്കത്തുള്ളൂ. എന്നാ വേണ്ട, താല്പര്യമില്ലേ? നമ്മൾ ഇറങ്ങട്ടെ ഗൈസ്, ഹോസ്പിറ്റലിൽ ഇതിൽ കാണാം. 45 ഈ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോ ആട് വരുന്നത്. എന്നാലും ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുക്കൂലടാ തെണ്ടികളെ. FM എടുത്താലോ? FM മൊത്തം പരസ്യമുള്ളൂ. അപ്പൊ നിങ്ങൾ പറയായിരിക്കും നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ പരസ്യം ഇടുന്നില്ലേ? അതില്ലേ കണ്ട നമ്മൾ വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ളൂ അല്ലേ? പിന്നെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുമ്പം നമ്മൾ നിങ്ങളെ ഇത് ഉണ്ടാക്കുന്നതല്ല. ഇല്ല അമ്പു ദേഷ്യം വരുത്തില്ലേ മനുഷ്യന്? അമ്പു ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് അപ്പൊ ഭയങ്കര ഡാൻസ് അപ്പൊ എന്ന് നമ്മൾ രണ്ടുപേരും ഇടയ്ക്ക് ഇന്ന് ഡാൻസ് കളിക്കുന്ന ആലോചിച്ച് നോക്ക്. അവന് നടക്കാൻ പറ്റും, പക്ഷെ പേടിയാ. ചില പിള്ളേരുണ്ട് പേടിയില്ലാത്ത പിള്ളേർ പെട്ടെന്ന് നടക്കും. അവന് ഭയങ്കര പേടിയ. അതും സെറ്റിൽ നിന്നൊക്കെ ഇറങ്ങുന്നത് ശ്രദ്ധിച്ച് ഇറങ്ങും. ഉരുവാവണ്ണ നീ ഉരുവാവണ്ണ. ആൾക്കാര് വെളിയിൽ നോക്കുമ്പോ കാറ് കുലുങ്ങുന്നു. റിസൾട്ട് വാങ്ങിക്കാൻ നമ്മള് DDRCയിൽ വന്നിരിക്കുകയാണ്. അമ്മ റിസൾട്ട് വാങ്ങാൻ വേണ്ടി അകത്തോട്ട് പോയി. ഒരു ലോഡ് ബ്ലഡ് ടെസ്റ്റ്. അയ്യോ ഫുൾ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ടെസ്റ്റിന്റെ. സർജറി ചെയ്യുമ്പോൾ അവരെല്ലാം ചെക്ക് ചെയ്യും. എല്ലാം അതുപോലെ ഷുഗറും പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് ഫുൾ ടെസ്റ്റിങ്. ഈ ഇടയ്ക്കായിട്ട് എനിക്ക് ഒരുപാട് വെള്ളി വീഴുന്നു. ഞാൻ പലൂസയ്ക്ക് പലാസ എന്ന് പറഞ്ഞ പലൂസ എന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ ചലഞ്ചിൽ മറ്റേ സ്ലൈമിന് സ്ലം എന്ന് പറഞ്ഞ് നീ ഒരുപാട് മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. അല്ലേടാമ്പോ അങ്ങനെ അമ്മയും മൃദുലേക്ക് അങ്ങ് പോയാട്ടോ. ഇവിടെ പാർക്കിംഗ് ആണ് മെയിൻ ഒരു പ്രശ്നം. പാർക്കിംഗ് ഇല്ല. സൈഡ് കണ്ടി പാർക്കിംഗ് കിടക്കുന്നുണ്ടോ? വണ്ടി എല്ലാം അത് റോട്ടിലൊക്കെ കൊണ്ടിട്ട് പോയിരിക്കുന്നു കഴിച്ച് നോക്ക്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പാർക്കിംഗ് അങ്ങ് താഴെ ഗ്രൗണ്ടിലാണ്. ഇവിടുന്ന് കുറെ നടക്കാണ്ട്. ഒരു ദിവസം ഇവിടെ എത്ര പേരെന്ന് പറയുമ്പോ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുന്നില്ലേ? എല്ലാരും കണ്ണിൽ കെട്ടി പോവുക. ഞാൻ ആലോചിക്കുന്നു ഒരു ദിവസം എത്ര പേര് കണ്ണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഈ പ്രായമായവർ ചെയ്യുന്നത് ഓക്കെ. ചില കൊച്ചു പിള്ളേർക്ക് ഓരോ കണ്ണിനല്ലേ ഞരമ്പിനൊക്കെ ഓരോ പ്രശ്നമായിട്ട്
നമ്മൾ വെയിറ്റിംഗ്. അമ്മയ്ക്ക് ECG എടുക്കാൻ പോയി. ECG എടുക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് വേണം ഡോക്ടറെ കാണാൻ. മൃദുലയ്ക്ക് ഇതിനിടയിൽ കൂടെ പീരീഡ്സുമായി. നല്ല അടിപൊളി സമയമാണ്. അവ ആരുടെ ഇരിക്കത്തുമില്ല. ഈ ഹോസ്പിറ്റലിൽ കയറിയ മാളിൽ കയറിയ പോലാണ് കാര്യം. സമയം പോകുന്ന അറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഒരുപാട് പേര് കമന്റ് ഇട്ട് എവിടെ അടി മധുരയിലോ തിരുനെൽവേലി അരവിന്ദ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കിപ്പോൾ അറിയാത്ത സ്ഥലം, പിന്നെ കുഴപ്പമില്ല, പിന്നെ അമ്പുവിനെ വെച്ചുകൊണ്ട് അവിടെ പോയി നിൽക്കുക എന്നുള്ളത് ഇത്രയും ഇവിടെ ദൂരമായി, അവിടെ ദൂരമാണ്. അതുകൊണ്ട് പിന്നെ ഇവിടെ പിന്നെ കുഴപ്പമില്ല, നല്ല ഹോസ്പിറ്റലാണിത്. നോക്കിയാണ് കാണിച്ചത്. എനിക്ക് പേപ്പർ വേണം, എൻ്റെ പേപ്പറാണ്. അയ്യോ പാരഗണി കയറി കാഴ്ച. ഇവിടെ എന്തൊരു തിരക്കാണെന്നറിയോ. നമ്മളൊരു അരമണിക്കൂർ എടുത്ത് കാണും പാർക്ക് ചെയ്യാനും ഇവിടെ ഒന്ന് പിന്നെ പുറത്തൊന്ന് വെയിറ്റ് ചെയ്യും. അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു ചേട്ടാ, അറിഞ്ഞപ്പം കളയും. എന്തുവാടാ കാണിക്കുന്നത് നീ? എനിക്ക് വേണ്ട, എടുത്തോ. ഞാൻ ആദ്യം പറഞ്ഞു ചിക്കൻ സൂപ്പ്, ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ്. പാരങ്ങളിൽ എപ്പം വന്നാലും ഈ സാധനം കുടിക്കേണ്ട, കിട്ടിലും ടേസ്റ്റാണ്. ലുക്ക് അറ്റ് ദാറ്റ്. ആദ്യം പറക്കുന്നു. പൊളിയാ. വയറുവേനയ്ക്ക് നല്ലതാണ്. വേറെ സോസേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കേട്ടോ ഇവിടെ 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 ഇത് സോസേജാ, സോസേജ്. അമ്പൂട്ടിന്റെ ലൈം ഞാൻ എടുക്കുവാണ്. ഇപ്പം കരഞ്ഞില്ല. സ്ട്രോ നമുക്ക് വേണം. ഫിഷ് കറി മീലും പറഞ്ഞു, ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞു. നല്ല അടിപൊളി ചെമ്പാവേ ചോറ്. നമുക്ക് ചോറിയും തുടങ്ങാം. ഞാൻ ചോറ് കുറച്ചോ. മതി 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 മതി. തേങ്ങ അരച്ച മീൻ കറി. ഇതെന്തോ ഐറ്റാണോ? അതോ മുളക് കറിയാണോ? അതെന്തുവാ? കപ്പ. ഇതെന്തോ ഐറ്റം എന്നറിയാൻ പോയാ. ഓ ഇത് മറ്റേ ഇതാണ് കേട്ടോ, ഈ പുളിമുളക് ഞോടുമല്ലോ നമ്മൾ പണ്ട് മറ്റേ. ഓഫ് അതിന്റെ മണം. കിച്ചടി ഉണ്ട്. 2 ഐറ്റം ഉണ്ട്. പുളിമുളക് ഉണ്ട്. ഞാൻ ഇത്ര ആദ്യം എടുത്തു കേട്ടാ. നമുക്ക് ആദ്യം മീൻകറിയും ചോറും ടേസ്റ്റ് ചെയ്ത് നോക്കാം. തേങ്ങരച്ച മീൻകറി അടിപൊളി. കാരകളുടെ ബിരിയാണി അല്ല കൈ. നിങ്ങൾ വന്ന് മീൽസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. അത് നെയ്മീനാട്ടോ. നമുക്ക് ലേശം മുളക് കറി കൂട്ടി നോക്കാം. സാമ്പാർ നല്ല അടിപൊളി കായ കൊണ്ട്. ഒന്നും പറയല്ല, അടിപൊളി. നെക്സ്റ്റ് ചിക്കൻ ബിരിയാണി. നല്ല നല്ല ക്വാണ്ടിറ്റി. ഡേറ്റ്സ് ചട്നി. ഇവിടുത്തെ അവർ എന്തോ ഇതിൻ്റെ സ്പൈസ് ഇടുന്നത്. മധുരമുണ്ട്, എരിയുണ്ട്. ഈ ഒരു ഒറ്റ ബിരിയാണിയിലാണ് അവർ മാർക്കറ്റ് അവർ പിടിച്ച അല്ലേ. ഇവിടെ കഴിക്കാൻ വരുന്ന എല്ലാ ടേബിളിലും ചിക്കൻ ബിരിയാണിയാണ്. ഊണ് മീൽസ് വളരെ കുറവാണ്. പക്ഷെ കോഴിക്കോട് അവരുടെ പാരങ്ങളിൽ ടേസ്റ്റ് വ്യത്യാസമുണ്ടോ എനിക്കറിയത്തില്ല. എനിക്ക് അവിടെ പോയി കഴിച്ചിട്ടും ഇവിടുന്ന് കഴിച്ചിട്ടും എനിക്ക് അന്ന് എനിക്ക് വ്യത്യാസം തോന്നി. പക്ഷെ ഇപ്പോൾ ഇത് കഴിക്കുമ്പം എനിക്കിത് വലിയ വ്യത്യാസമായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ ഒരുപാട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ പാരഗണിൽ കയറി ഫുഡ് കഴിച്ചോട്ടോ. സമയമില്ല, അത്യാവശ്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പാരഗണിൽ കയറി. നമ്മൾ എത്ര നേരമായില്ലേ? 1 മണിക്കൂറല്ല പോടുന്ന്. അരമണിക്കൂർ എടുത്ത് പാർക്ക് ചെയ്യാനും അകത്ത് കയറാനും. പക്ഷെ ടേസ്റ്റ് വൈസ് നൈസാണ്. സമയം ഒരുപാട് കളയാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് കയറി ലാവിഷായിട്ട് കഴിക്കാം. കണ്ടാ
പോയി പിന്നെ വണ്ടി എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പാർക്കിംഗ് കിടക്കാം, നിങ്ങൾ വിളിച്ചാൽ മതി. ബിരിയാണി തിന്ന് ക്ഷീണം കൊണ്ടല്ലേ? ബിരിയാണി ഇല്ല, ഇനിയിപ്പോ എന്റെ ആവശ്യമില്ലല്ലോ. ഡോക്ടറിനെ കണ്ടു, സംസാരിച്ചു, എല്ലാം കഴിഞ്ഞു. നമ്മള് പിന്നെ സർജറിയുടെ ഡേറ്റ് എടുത്തു. മഴയത്ത് വീട്ടിലെങ്ങാനും കുത്തി ഇരുന്നാ പോരെ, നടക്കുവാങ്ങ് പാതിരാത്രി സിനിമയ്ക്ക്. എവിടെ കൊണ്ടുപോകുന്ന എണ്ണം. ഹേ ഗായ്സ്, നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് തലവേദന എടുത്തിട്ടോ എനിക്ക്, 3 പേർക്ക്. എല്ലാവർക്കും. മാത്രല്ല ഞാനാണെങ്കിൽ ട്രാഫിക് കിടന്നത്, കാരണം അവിടെ ഭയങ്കര താമസമാണ്. ഹോസ്പിറ്റല് സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വലിയ താമസമില്ലാത്ത, പക്ഷെ എന്തോ താമസിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ചുമ്മാ ലാഗടിക്കും. എനിക്ക് അറിയത്തില്ല എന്നാ എല്ലാ. പിന്നെ അമ്മയ്ക്ക് തന്നെ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല, അതോ മേ ബി അതുകൊണ്ടായിരിക്കാം. കാരണം ഷുഗർ, പ്രഷർ, പിന്നെ സ്ട്രോക്ക്, ECG, അലർജി, അങ്ങനെ എല്ലാ ടെസ്റ്റും കൂടി ചെയ്തോണ്ടായിരിക്കാം മേ ബി. അല്ല, അത് എല്ലാ ടെസ്റ്റും ചെയ്തില്ല. ഇനി നാളെ എവളും അമ്മയും കൂടി നാളെ രാവിലെ പോയി ടെസ്റ്റുകളൊക്കെ ചെയ്യണം. ഫുൾ ഡേ പരിപാടിയാ. എനിക്ക് നാളെ വേറെ എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ നാളെ ഇത് അടുത്ത് തന്നെ ഇവിടെ SP വടി40 പോയി ഫിസിഷ്യനെ കാണണം അല്ലേ? എനിക്ക് സോറി, ന്യൂറെ കാണണം. ഇന്ന് കണ്ടു. ഇന്ന് നമ്മള് ഫിസിഷ്യനെ ഞാനും കൂടി കയറി കണ്ടു. അപ്പൊ അലർജി ടെസ്റ്റ് അമ്മ പണ്ട് അലർജി ടെസ്റ്റ് ചെയ്ത് 2016. ഓ, അപ്പൊ അതിന്റെ ഇനി ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണം. അതും വിളിച്ച് നമ്മള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് പള്ളി? വെട്ടുകാട് പള്ളിയിൽ പെരുന്നാൾ നടക്കുന്ന പറഞ്ഞു. അപ്പൊ നമ്മൾ അതുവഴി എന്തായാലും അതിനടുത്തായിരുന്നു. അപ്പൊ അതുവഴി നമ്മൾ അതും കണ്ട് അവിടെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങിയില്ല. അതുവഴി കണ്ട് നല്ല ലൈറ്റൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് മുട്ടാൻ തലവേദന എടുത്ത് വണ്ടി എങ്ങനെയും ഓടിച്ച് ഞെത്തി. ഞാൻ വന്ന് കിടന്ന് ഒറ്റ ഉറക്കം ഉറങ്ങി. എത്ര മണിക്കൂർ ഉറങ്ങിയടി? 1 മണിക്കൂറിന് മേലെ ഉറങ്ങി. പക്ഷെ എന്നെ താണ്ട ഈ ഒരു സാധനം 1 മണിക്കൂർ ഉറങ്ങിയോളൂ. കാറി ഇരുന്ന് ഉറങ്ങിയോണ്ട് പിന്നെ പക്ഷെ എനിക്കില്ല, ഉറങ്ങി എണീറ്റപ്പം എന്തോ ഒരു സ്വർഗം കിട്ടിയ പോലെ. സത്യം, നമ്മളൊരു അത്രയും ബുദ്ധിമുട്ട് ഒരു ഉറക്കത്തിൽ നിന്ന് നമുക്ക് ആ തലവേദന ഇപ്പം വരും. കരിവേപ്പില റോഡിലോട്ട് കിടക്കുന്നടി ഒടിഞ്ഞ് എടുത്തോണ്ട് പോവായിരുന്നു. റോഡിലോട്ട് കിടക്കുന്നു. ഒന്ന് കിടന്ന് ഉറങ്ങിയപ്പോ എന്റെ തലവേദനയൊക്കെ ഒന്ന് കുറഞ്ഞു. അപ്പൊ പിന്നെ വീണ്ടും അഹങ്കാരം സിനിമയ്ക്ക്. അപ്പൊ പിന്നെ രാത്രി നോക്കിയപ്പോ ഇന്ന് പൃഥ്വിരാജിന്റെ മൂവി റിലീസായി, വിലായുധ് ബുദ്ധ. മൃദുലേ, ഈ വണ്ടിക്ക് എത്ര രൂപയായിരിക്കും വില? ജസ്സി ജീപ്പിന്റെ അല്ലേ? ഒരു 50 ലക്ഷം. ഇല്ല, ഏതാണ്ട് 1 കോടി അടുപ്പിച്ച് വരും. ഇപ്പൊ 80 ലക്ഷം 90 ലക്ഷം 1 കോടി അടുപ്പിച്ച് വരും. ഇതെന്താ മുതലെന്ന് കണ്ടോ? ഈ സാധനത്തിന് 1 കോടി രൂപയോ? 1 കോടിക്ക് ഇല്ല ഇത്. അടിപൊളി വണ്ടിയാടി, സെറ്റ് വണ്ടി. ഇതിപ്പോ ഓടിച്ചിട്ടില്ല, അതുകൊണ്ട് കുലുക്കോട്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ടയർ സൈസും എന്ത് ലുക്കാ ഗൈസ്. ഇത് ചില ആൾക്കാർ പറയും ഇത് താറല്ലേന്ന് പറഞ്ഞ് കളിയാക്കും. അങ്ങനെ കുറെ പറയുന്ന ആൾക്കാരുണ്ട്. താറൊന്നും അല്ല, ഇത് വേറെ സാധനം. ഇത് ജീപ്പിന്റെ ജീപ്പ് എന്ന് കമ്പനിയുടെ പേര്. അതാണ്ട് ജീപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ്ട് 50 ലക്ഷം രൂപയ്ക്ക് അങ്ങോട്ട് പോ, അവരെടുത്ത് തരുന്നുണ്ടെങ്കിൽ. ഈ വൈറ്റ് തന്നെയാണ് ഗൈസ്. ഞാൻ പണ്ടത്തെ കെയറായിട്ടായി ആവണോ? പണ്ട് എന്തൊരു കെയർ ചെയ്യാറില്ലേടി ഞാൻ. അതുകൂടി അങ്ങനത്തെ ഒരു ടോക്ക് ചുമ്മാണ് കഴിച്ച്. നമ്മൾ എത്രയും അന്നൊക്കെ അത്രയും അങ്ങ് ഭയങ്കര പൈങ്കിളിയൊക്കെ ആവത്തില്ല, അതൊക്കെ ശരിയാ. ഭയങ്കര അന്നൊക്കെ ചുമ്മാ അതൊക്കെ ആർട്ടിഫിഷ്യലാണ്. ഈ അത്രയ്ക്കൊന്നും കെയറിന്റെ ആവശ്യമുണ്ടോ? പീരീഡ്സ് എല്ലാ മാസവും ആവും. അന്നൊക്കെ ഇങ്ങനെ ആവും. അയ്യോ ഈ സഹിക്കണം. ഞാൻ എടുത്തോണ്ട് കിടക്കുന്നില്ലേ, കണ്ടോ? അങ്ങനെ ഉണ്ടല്ലേ? പിന്നെ ഞാൻ ഇതിൽ സാധനം വാങ്ങിച്ചിട്ടില്ല, വൈറ്റത്ത് വെക്കുന്ന അത് ഉപയോഗമില്ല. അത് വെക്കാൻ ഈ ചെക്കൻ സമ്മതിക്കത്തില്ല, അവനപ്പം അത് വേണം. ഇപ്പൊ നമ്മൾ വിലായത് ബുദ്ധ പൃഥ്വിരാജൻ സുകുമാരൻ നമ്മൾ കണ്ടിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പൃഥ്വിരാജ് സുകുമാർ ഓക്കെ, ബട്ട് ഷമ്മി തിലകൻ ഒറ്റ വേർഡ് പുള്ളിപ്പടം കൊണ്ടുപോയി. എനിക്ക് ഞാൻ ഇപ്പൊ ആലോചിച്ച്, നമ്മൾ വാഴ്ത്തപ്പെടുന്ന പല നടന്മാരെക്കാളിലും ഈ മുകളിലുള്ളൊരു നടന്മാരുണ്ട്. സൈഡായി പോയ, സഹനടനായി പോയ ആൾക്കാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വില്ലനായി പോയ. പറയരുത് മനുഷ്യനെ.
ചില നേരത്തൊക്കെ എനിക്ക് തിലകൻ സാറിന് പുള്ളിയെ പോലെ തോന്നി. ആ ഒരു ക്യാരക്ടറും എടീ തിലകൻ നിൽക്കുന്നതീ ഞാൻ പറഞ്ഞു. കാരണം നമ്മള് സ്ഫടികത്തിലൊക്കെ കണ്ടു മറന്ന ആ ഒരു ഗാംഭീര്യം നിങ്ങൾ ഈ പടം കാണുമ്പം നിങ്ങൾ ഷമ്മീദിന്റെ പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്ക്. പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നതിൽ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഈ പടം. വെർത്താണ്. പിന്നെ ആസ് യൂഷ്വൽ പടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ പുതുമ തരുന്ന കഥകളും കാര്യങ്ങളൊന്നും അല്ല. എനിക്ക് പടം ഇഷ്ടപ്പെട്ടോന്ന് വെച്ചാൽ നമുക്ക് ബോറടിക്കാതെ തിയേറ്ററിൽ വന്നിരുന്ന് കാണാം. അങ്ങനത്തെ ഒരു പടമാണ്. നിങ്ങൾക്ക് ബോറൊന്നും അടിക്കത്തില്ല. ഈ 2-2.5 മണിക്കൂർ വലിയ ബോറൊന്നും അടിക്കത്തില്ല. പക്ഷെ പടത്തിൽ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലൈമാക്സ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതാണ് അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഇതിനകത്ത് വില്ലൻ സൈഡ് നിൽക്കുന്ന ആൾക്കാർ ഒന്നുമില്ല. ചുമ്മാ ഒരു കോമാളിയെ പോലെ വേണ്ടിയിട്ട് മാത്രം. ഫൈറ്റ് സീൻസ് ഒട്ടും കൊള്ളത്തില്ല. കൊറിയൊന്നും എനിക്ക് ഭയങ്കര ഒത്ര ഇഷ്ടപ്പെട്ടെന്നുണ്ട് ഫൈറ്റിന്റെ. ഇങ്ങനെയുള്ള പടങ്ങളിലൊക്കെ നമ്മളെ പുഷ്പയെ പോലെയൊക്കെ ഫൈറ്റ് ഒക്കെ ഒന്ന് അടിപൊളിയാക്കിയ കുറച്ചും കൂടി സൂപ്പർ ആയിരുന്നു. പക്ഷെ ഫൈറ്റ് ഒന്നും എനിക്ക് അത്ര അങ്ങോട്ട് ശോഭിപ്പിച്ചില്ല ഇതിനകത്ത്. പിന്നെ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? പുള്ളിക്ക് കൊടുത്ത റോള് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആയിരുന്നു. പിന്നെ ഇതിനകത്ത് പടം എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ട് തോന്നിയത് ഈ ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് കുറച്ച് അനന്തരം നിങ്ങൾ പടം കാണുന്ന സത്യം ഒരു മല കാണിക്കും. അതിനെ നീലിമലയെന്നല്ല ഞാൻ ഗ്രാഫിക്സ് മലയെന്ന് വിളിക്കുന്നു. കാരണം ചൈതന്യമലയല്ല, അതിനെ ഞാൻ ഗ്രാഫിക്സ് മലയെന്ന് വിളിക്കുന്നു. അത് ഒരു ഭയങ്കര ഫ്ലോപ്പ് ഗ്രാഫിക്സ് ആയി പോയി. ആ ഒരു മല കാണിക്കുന്നത്, പിന്നെ ഒരു ജീപ്പ് ഒരു കൊക്കയുടെ അടുത്തുനിന്ന് കുറച്ച് സീൻസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കൊരു ജീപ്പിന് നല്ലൊരു റോൾ ഉണ്ട്. ആ ജീപ്പ് സൂപ്പർ ജീപ്പ് കേട്ടോ. അതിനകത്ത് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉള്ള ചാവൂല, അടിപൊളി ജീപ്പ്. മഹേന്ദ്ര ചാവത്തിലിടാം എന്ന് പറയുന്നത് ആ ജീപ്പ് എന്തൊന്നും ചാവാത്ത ജീപ്പ്, അതൊക്കെ കൊള്ളാം. പിന്നെ ഒരു പട്ടിയുണ്ട്. പടം ഓവറോൾ ഗുഡ്. ബിലോ ആവറേജും അല്ല അടിപൊളിയും അല്ല, ഗുഡ് ആണ് അല്ലേ? ഗുഡ്, നമുക്ക് കണ്ടോണ്ടിരിക്കാം. ബോറൊന്നും അടിക്കത്തില്ല. പിന്നെ പുതുമ അങ്ങനൊന്നുമില്ല, പക്ഷെ കൊള്ളാം. ലാസ്റ്റ് കൊണ്ടുവന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ഇനിവേ പടം കൊള്ളാം. ഷമ്മി തിലകന്റെ അടിപൊളി പെർഫോമൻസ് കാണാൻ വേണ്ടി ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. നമുക്ക് കാശ് അങ്ങനെ നഷ്ടമായി എന്നുള്ളൊരു തോന്നൽ വരത്തില്ല. സോ അടുത്ത ദിവസം നമുക്ക് വേറൊരു പടം കൊണ്ടുകൂടിയുണ്ട്, അതുകൂടി പോയി കാണാം. എക്കോ. അമ്പൂട്ടിന്ന് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു സിനിമ കണ്ട് കൊറേ നേരം ഉറങ്ങി, പിന്നെ ഉണർന്ന് സിനിമ കണ്ട്. ഞാൻ പോലും അറിയില്ല ഉണർന്ന്, പിന്നെ സിനിമ കണ്ട്, പിന്നെ സമയം ഇപ്പൊ 2 മണി. നാളെ നിങ്ങൾക്ക് പോണ്ടേ? എനിക്ക് നാളെ എഡിറ്റിംഗ് ഉണ്ട്. നാളെ ഞാൻ 2 വഴിക്ക് പോകും, ഇല്ലെങ്കിൽ നമ്മളെ പരിപാടികളൊന്നും നടക്കത്തില്ല. സോ അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ. നമ്മള് അങ്ങനെ ഔട്ടർ ഭയങ്കര ശോഭിപ്പിക്കുന്നില്ല. അപ്പം പടം എന്തായാലും ഇഷ്ടപ്പെട്ടു. ലവ് യു ആൻഡ് ബൈ. അടുത്ത വീഡിയോയിൽ കാണാതെ ബൈ.